മോർണിംഗ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് മൺഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച 2-3 ദിവസം ഇവിടെ കുട്ടികൾക്ക് സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ചൂടായിരുന്നു. ടെമ്പറേച്ചർ 35-36 ഡിഗ്രി വരെയൊക്കെ പോയായിരുന്നു. ഈ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല കേട്ടോ, ഭയങ്കര ചൂടാണ്. നമുക്കിവിടെ വിയർത്ത് അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകില്ല. നമ്മൾ ഒരു ടൈപ്പ് പൊള്ളലാണ് ഇവിടുത്തെ ചൂടിൻ്റെ പ്രശ്നം. പൊള്ളുന്ന പോലെ തോന്നും. നമ്മളിപ്പോൾ ഈ ഓവൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കില്ലേ, ആ ഒരു അവസ്ഥയാണ്. പിന്നെ ഇവിടുത്തെ വീടുകളുടെ പ്രത്യേകത അങ്ങനെയാണ്. അതായത് ചൂട് നിൽക്കാൻ കരുതിയുള്ള വീടുകളല്ലേ ഇവിടെ പണിയുന്നത്, തണുപ്പ് പ്രതിരോധിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ചൂട് വന്നു കഴിയുമ്പോൾ ഒട്ടും തന്നെ വീടിൻ്റെ അകത്തും ഇരിക്കാൻ പറ്റില്ല. എന്നാൽ ഒരു തുള്ളി കാറ്റ് പോലും ഉണ്ടാവില്ല പുറത്ത്. അതാണ് ഏറ്റവും വലിയ പാട്. പിന്നെ പറഞ്ഞത് കഴിഞ്ഞ 50 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ചൂട് വന്നത് ഇപ്പോഴാണെന്ന് പറഞ്ഞ്. മെയിലുണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഒരു വീക്ക് ഭയങ്കര ചൂട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ പക്ഷേ ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച എക്സ്ട്രീം വെതറാന്ന് പറഞ്ഞുകൊണ്ട് റെഡ് അലേർട്ടൊക്കെ പോയി. അവർക്ക് അതായത് സ്കൂളൊന്നും ഉണ്ടായില്ല. 2-3 ദിവസം സ്കൂൾ അടച്ചിട്ടേക്കായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള രീതിയിലുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ വെക്കണതൊക്കെ. അപ്പോൾ നമുക്ക് കാർപ്പറ്റ് ആണെങ്കിൽ ഫ്ലോറൊക്കെ ഫുൾ കാർപ്പറ്റാണ്. പിന്നെ ഇൻസുലേഷൻ വോളൊക്കെ ഇൻസുലേറ്റഡ് വോൾസാണ്. അപ്പോൾ അതായത് ചൂട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചൂടിൻ്റെ സമയം വരുമ്പോൾ എന്തൊരവസ്ഥയാണ്, ചൂടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകില്ലല്ലോ. വിൻഡോ ഒക്കെ എത്ര തുറന്നിട്ടാലും ഒരു കാര്യമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഇവിടെയാണെങ്കിൽ ഹെലിക്ക് അവൾക്ക് ഫിറ്റ്സും വരും. ചൂട് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫിറ്റ്സ് വരും. പിന്നെ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവളുടെ ബോഡിക്ക്. അവൾക്ക് ഹെഡ് ഇഞ്ചുറി അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവർക്ക് നമ്മുടെ ബോഡിയുടെ ഹീറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഇത് കുറവായിരിക്കും. അപ്പോൾ ഉച്ചയ്ക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ അവളുടെ ബോഡി അങ്ങോട്ട് ഭയങ്കര ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര പൊള്ളുന്ന ചൂടാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, 2-3 തവണ ഷവർ കൊടുക്കും. പിന്നെ നനഞ്ഞ തുണി കൊണ്ട് മേലൊക്കെ തുടയ്ക്കും. രാത്രി AC ഇട്ടിട്ടാണ് കിടക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് പോർട്ടബിളാണ്. നമുക്ക് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കാം. പക്ഷേ ഈ വിൻഡോയും ഇതൊക്കെ ഗ്യാപ്പൊക്കെ കംപ്ലീറ്റ് അടയ്ക്കുകയൊക്കെ ചെയ്യണം. അതുകൊണ്ട് ഹോളിലൊന്നും വെക്കാൻ പറ്റില്ല. ബെഡ്റൂമിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഹോളിൽ ഞങ്ങൾ 2-3 ഫാൻ നിരത്തിയൊക്കെ വെച്ചിട്ടാണ് ഇരുന്നായിരുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ കഴിക്കാനുള്ളത് മുട്ടയാണ്. ഞാൻ മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈമർ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെടുത്ത് വെള്ളത്തിലെടുത്ത് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ആദ്യം ചെയ്യുന്നത് ഹെലിൻ്റെ മിൽക്ക് ചൂടാക്കാൻ വെക്കലാണ്. അവൾക്ക് രാവിലെ തന്നെ ട്യൂബ് ഫീഡാണ്. അവൾ വാഴക്കൂടെ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ട്യൂബ് ഫീഡ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ എടുത്തുകൊണ്ടൊക്കെ വീറ്റബിക്സ് ആണ് രാവിലെ ഞങ്ങൾക്ക് കൊടുക്കലോ. 3 ബദാമും 1-2 കാഷ്യൂ. ഭൂരിഭാഗവും ഞാൻ വാങ്ങിക്കണത് എല്ലാം അവൾക്ക് വാങ്ങിക്കുന്നതൊക്കെ ഓർഗാനിക് ആയിരിക്കും കേട്ടോ. പിന്നെ വാൾനട്ട് അധികമൊന്നും ഇടില്ല. 2 വാൾനട്ട്. ഡേറ്റ്സ് ആണ്. വലിയ ഡേറ്റ്സ് ആണെങ്കിൽ 1 ഇടും. ഇനി അവളുടെ വിറ്റമിൻസ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെക്കണം. ട്യൂബിലേക്ക് പോകാനുള്ള രീതിയിൽ. ഹെലി ഇപ്പോഴും ഉറങ്ങാണ്. അവൾ എഴുന്നേറ്റിട്ടൊന്നുമില്ല. അപ്പോൾ എന്താ റെഡി ആക്കിയിട്ടാണ് അവളെ വിളിക്കുന്നതെങ്കിൽ പിന്നെ നമുക്കിത് ഡയറക്റ്റാണ് കൊടുക്കാമല്ലോ. ഇതാണ് ഈ സ്റ്റെറിലൈസർ. ഇതിനകത്ത് വെച്ചിട്ടാണ് ഹെലിൻ്റെ സിറ് വാഷ് ചെയ്തിട്ട് ഇതിനകത്ത് വെച്ച് ചൂടാക്കി സ്റ്റെറിലൈസ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇതൊരു മെഷറിംഗ് കപ്പാണ്. അപ്പോൾ 200 ml ഞാൻ എടുത്തിട്ട് ഇതിനകത്തേക്ക് മെഡിസിനൊക്കെ ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിനുള്ള വെള്ളം കൊടുക്കണം. മൂവിക്കോൾ അവർക്ക് ദിവസം കൊടുക്കുന്നുണ്ട്. 2 നേരം കൊടുക്കും. കാരണം വൈറ്റിന് പോകണേന് കുറച്ച് ഹെൽപ്പ് ചെയ്യുള്ളൂ മൂവിക്കോൾ. അപ്പോൾ ഇംഗ്ലീഷ് ടീ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കും. നമ്മളിവിടെ സെമി സ്കിംഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഷോപ്പിലൊക്കെ പോയി കഴിയുമ്പോൾ വൈറ്റ് ടീ കിട്ടുന്നത് ഈ മോഡൽ ടീ ആണ്. ജസ്റ്റ് ഹോട്ട് വാട്ടറിൽ അവർ നമുക്ക് ടീ ബാഗ് ഇട്ട് തരും. പിന്നെ അതിൻ്റെ മുകളിൽ കുറേശ്ശെ മിൽക്ക് ഒഴിച്ച് ടോപ്പപ്പ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ ടീ അല്ലെങ്കിൽ വൈറ്റ് ടീ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടുന്ന ടീ. കുറച്ച് പാല് മാത്രമേ ഒഴിക്കുകയുള്ളൂ. ഇതിപ്പോൾ നമ്മളൊക്കെ കുറച്ച് കൂടുതൽ പാൽ ഒഴിക്കും. ഇവർ കുറച്ച് പാൽ മാത്രമേ ഒഴിക്കാറുള്ളൂ.
പോയിട്ട് വന്നു. അപ്പൊ ഹെലിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോവാണേ. ഹെലിക്ക് ബ്രേക്ക്ഫാസ്റ്റ് മമ്മി കൊടുക്കുന്നത് ട്യൂബിക്കോടെയാണ് കേട്ടോ. ഹെലിക്ക് പെഗ് ഫീഡ് ഉണ്ട് അല്ലേ? ഹെലിന്റെ പെഗ് ഫീഡ് നമുക്കിത് കാണാം. നമ്മൾ ആദ്യം തന്നെ വാട്ടർ ഫ്ലഷ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും ബ്ലോക്കോ എന്തായാലും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുക. ഫീഡിങ്ങിന് മുന്നേ ഫീഡിങ്ങിന് ശേഷവും നമ്മൾ ട്യൂബ് ഫ്ലഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഓരോ മെഡിക്കേഷന് ശേഷവും ഇതുപോലെ ഒരു 20 ml 30 ml ഒക്കെ നമ്മൾ ഫ്ലഷ് ചെയ്യണം ഓരോ മെഡിക്കേഷന് ശേഷവും. അല്ലെങ്കിൽ മെഡിക്കേഷൻ നമ്മൾ മിക്സപ്പ് ആവാതിരിക്കാനാണെന്നാണ് പറയുന്നത്. എന്ത് പറഞ്ഞാലും നീ എന്റേതല്ലേ വാവി, നിന്നെ കിണം കൂടെ പോരു പോയി. മതി മതി മതി. രുമ്പെടുത്താ അമ്മയ്ക്ക്, അമ്മയ്ക്ക് രുമ്പെടുത്താ, രുമ്പെടുത്താ ഇല്ല, ഒരു പൊന്നുമ്പെടുത്താട്ടെ. അങ്ങനെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമാണോ? സമയം 12 മണിയായിട്ടോ. ഹെലിക്കൂട്ട് സ്കൂളിൽ പോണത് ഈ സമയത്താണ്. ലേറ്റായിട്ടാണ് ഉറങ്ങി എണീക്കണത്. രാവിലത്തെ മെഡിസിനൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവൾ പിന്നെയും കിടന്നുറങ്ങി. ഞങ്ങൾ സ്കൂളെത്താറായിട്ടോ. ഇത് നമ്മൾ കടന്നു പോകുന്ന ഹയർ സെക്കൻഡറി സ്കൂളാണ്. സെക്കൻഡറി സ്കൂൾ എന്നിവിടെ പറയും. 7ാം ക്ലാസ് മുതലുള്ള സ്കൂളാണ്. 7ാം ക്ലാസ് മുതൽ ഒരു 19 വയസ്സ് വരെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത്. കഴിഞ്ഞ് ഇവിടെ കാണുന്നതാണ് ഹെലീൻ്റെ സ്കൂള്. നമ്മളിവിടെ വന്ന് ഉച്ചയ്ക്കാണ് ഹെലീനെ ഇവിടെ സ്കൂളിലാക്കാൻ വന്നേക്കണേ കേട്ടോ. ഇവർ വളരെ ഫ്ലെക്സിബിളാണ്. സ്പെഷ്യൽ സ്കൂളായതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കൊണ്ടുവന്നാക്കാം കേട്ടോ. ഞങ്ങൾ സ്കൂളിലെത്തി ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഹെലീൻ്റെ ടീയെ വരാനായിട്ട്. അല്ലേ ഹെലി? സമയം ഇപ്പോൾ 2:50 ഞങ്ങൾ ഹെലീനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവാണ്. 3 മണിയാകുമ്പോൾ അവളെ കളക്ട് ചെയ്യാം. ആദ്യം അവൾ ടാക്സിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതായത് സിംഗിൾ ടാക്സി അവളെ കൊണ്ടുപോകാൻ വരും. അതിനകത്തൊരു വോളണ്ടിയറും ഉണ്ടാവും അവളെ അസിസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 2 പേരും കൂടിയാണ് വന്നുകൊണ്ടിരുന്നത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. പിന്നെ അതിന് ശേഷം അത് പിന്നത്തെ വർഷമായി കഴിഞ്ഞപ്പോൾ വേറെ ടാക്സി കമ്പനിക്കാരായി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് 2-3 പിള്ളേരെയാണെന്നോ അവരെടുത്തുകൊണ്ട് പോകുന്നത്, എടുക്കുന്നത്, കളക്ട് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് നേരത്തെ പോകണം, വൈകിയേ വരുള്ളൂ. അതൊന്നും നമുക്ക് അത്ര ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. കാരണം അവള് ഒന്നാമത്തെ വയ്യാത്തതല്ലേ. അപ്പോൾ അന്നൊന്നും അവൾക്ക് പെക്കീടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ ഒരുപാട് വെള്ളമൊന്നും കുടിക്കില്ല. വീട്ടിൽ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുന്ന പോലെ അവർക്ക് സ്കൂളിൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കൊടുത്താൽ അവൾ കുടിക്കൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലോങ് ജേണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവൾക്ക് പറ്റാണ്ട് വന്നു. ഫിറ്റ്സൊക്കെ കൂടുതലായി. പിന്നെ നമ്മളത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ടാക്സി സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ വീട് മാറി. അവിടെ നിന്ന് വീട് മാറി കുറച്ചുകൂടി സ്കൂളിൻ്റെ അടുത്തേക്ക് വന്നു. ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് സ്കൂളിൻ്റെ അടുത്തുനിന്ന് ഒരു 8 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് പോവാം, പെട്ടെന്ന് വരാം. എപ്പോൾ സ്കൂളിൽ നിന്ന് വിളിച്ചാലും ഞങ്ങൾക്ക് വേഗം അവിടെ എത്താൻ പറ്റും. മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്നാക്കി വീട് എത്തുമ്പോഴത്തേനും സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടാവും. അവൾക്കിതേ ഫിക്സ് വന്നു, കുറച്ച് 2-3 തവണയായി ഞങ്ങൾ ആംബുലൻസ് വിളിക്കാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെയും ഓടിപ്പാഞ്ഞ് പിന്നെ സ്കൂളിലെത്തണം. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്, 8 മിനിറ്റല്ലേ ഉള്ളൂ. ഇപ്പം പിന്നെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോണു. അപ്പോൾ നമ്മളിത് ഹെലീനെ കളക്ട് ചെയ്യാൻ സ്കൂളിലെത്തിയിട്ട് അതൊക്കെ നിറയെ വണ്ടികളായില്ലേ. ഇതെല്ലാം പാരൻസാണേ. ടാക്സീനൊന്നും ഇപ്പോൾ കയറ്റി വിടില്ല. 3 o'clock ശേഷം മാത്രമാണ് പാരൻസിനെ ടാക്സിക്കാരെ കയറ്റി വിടുള്ളൂ. ഈയിടെ ഇതൊരു ടാക്സി ആയിരുന്നു. ഈ കറുത്ത കാർ കിടന്നിരുന്നത് ഒരു ടാക്സി ആയിരുന്നേ. നോനോ അങ്ങനെ ഞങ്ങള് ഹെലീനെ സ്കൂളിൽ നിന്ന് എടുത്തു കേട്ടോ. ഹെലി ഈ ഹെലിച്ചെങ്ങനെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതിയെന്നേ ഉള്ളൂ കേട്ടോ. അല്ല ഹെലി, ഈ ഇത് ചെന്നിട്ട് വേണം എൻ്റെ ഹെലിക്ക് പാപ്പൊക്കെ തിന്നാൻ. ഞങ്ങൾ ഇന്നത്തെ ലേറ്റ് ആയിപ്പോയി. ഹെലീനെ എടുത്തപ്പോഴത്തേനും ഹെലി ടോയ്ലറ്റിലായിരുന്നു എന്നാ പറഞ്ഞു. ടോയ്ലറ്റിൽ കൊണ്ടുപോയിക്കായിരുന്നു. ഹെലിക്ക് വീടെത്തിയെന്ന് മനസ്സിലായിട്ട് ഹെലിക്ക്
വഴി ഇങ്ങോട്ട് വളഞ്ഞു കഴിഞ്ഞാൽ അപ്പം അറിയാം ഹെലി വീടെത്തിന്നല്ലേ. ഹെലിന്റെ വീടെത്തിയാ? ഈ കൊച്ചു അപ്പയുടെ കൂടെ പോവുള്ളൂ, ഇനി അമ്മയുടെ അടുത്ത് വരില്ല. രണ്ടും ഉമ്മയൊക്കെ അമ്മയ്ക്ക് തന്നുകൊണ്ട് ഒരു കുത്തങ്ങോട്ട് തന്നു, പോയിക്കോളാൻ പറഞ്ഞു. സ്കൂൾ വിട്ട് വന്നു ഞങ്ങൾക്ക് ഇവിടെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഉമ്മ വെച്ചിടും കുറേ നേരം. പിന്നെ ഞങ്ങൾ ചായ ഒന്നും നിൽക്കത്തില്ല, ഇങ്ങനെ എടുത്തും കൊണ്ട് ഞടക്കണം കൊച്ചിനെ. കൊച്ചിന് കുറേ സ്നേഹമുണ്ട്, ഒരു 3 മണിക്കൂറത്തെ സ്നേഹമുണ്ട് കൊച്ചിന്. ബാക്കി രണ്ടുപേരും ഇതേ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചൂടായ കാരണം കൊണ്ട് പീ ഡ്രസ് മതി. അപ്പോൾ ഇത് വൈകുന്നേരമായി, സ്കൂൾ വിട്ട് വന്ന് ഹെലി വന്നല്ലോ. അപ്പോൾ ഹെലിൻ്റെ ഫുഡ് ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് നമുക്ക് ബ്ലെൻഡറിലിട്ട് അടിച്ചു കൊടുക്കണം. ഇതിനകത്ത് സാൽമൺ ഫിഷും പിന്നെ ബ്രൊക്കോളിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് അടിക്കാനായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഡബിൾ ക്രീമാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഇപ്പം തന്നെ കഴിക്കില്ല, ഞാൻ ഇച്ചിരി നന്നായിട്ട് അത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഒന്നുകൂടി വന്നുകൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത്. കഴിക്കൊന്നുമില്ല, പക്ഷേ നമ്മളെപ്പോഴും ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ ഇത് അവന്മാർക്കുള്ള ഫിഷ് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ. മസാലയൊന്നും അങ്ങനെ ഇട്ടില്ല. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കാശ്മീരി അല്ല പാപ്രിക്ക പൗഡറും പിന്നെ എന്താ പറയുക മിക്സഡ് ഹെർബ് പിന്നെ അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഗാർലിക് പൗഡർ, ഇവർക്കിത് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. മറ്റേ എല്ലാ മസാല പറ്റുന്നതിലും സാധാരണ രീതിയിൽ ജസ്റ്റ് ഫിഷിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും, വേറെ അങ്ങനെ ഭയങ്കര മസാല ടേസ്റ്റ് ഒന്നും വരില്ല. ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ ദിവസം വെച്ച് സാമ്പാർ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതും കൂട്ടി ചോറ് കൊടുക്കാമല്ലോ നോക്കുമ്പോൾ ഞാനിത് അവർക്ക് ഫ്രൈ ചെയ്യും. എലിയാണെങ്കിൽ ചോറ് ഫുള്ള് തിന്നില്ലല്ലോ, അപ്പോൾ അതേ അവളുടെ ചോറ് ഞാൻ ഒന്നും കൂടി അടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ട്യൂബിൽ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദീപമാർ സ്കൂൾ വിട്ട് വന്ന് അവർക്ക് ഇതേ ചോറൊക്കെ കൊടുത്തു കേട്ടോ. നേരത്തെ വറുത്ത ഫിഷാണ് ഇത്. ആ ഫിഷൊക്കെ കൂട്ടിയിട്ട് അവർ സാമ്പാറും ഫിഷ് ഫ്രൈയും കൂടി ചോറുണ്ടാണ്. ഇനി ഇത് ഹെലിക്കുള്ള ഫുഡ് ഞാൻ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് അവൾക്ക് ട്യൂബിൽ കൂടെ കൊടുക്കണം. രാത്രി 10 മണിയായി. ഹെലി ബെഡിൽ പോയിട്ടോ. അപ്പോൾ അവൾ കുറച്ച് നേരം പപ്പയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ അവളെ എടുത്തുകൊണ്ടുവന്ന് ഇവിടെ കിടത്തി. അവളുടെ